തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യവാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാ. നീ എൻ്റെ സർവവും, നീ എനിക്കുള്ളവൻ, നീ എൻ്റെ സർവവും എല്ലാറ്റിനും. നിൻ ജീവനെൻ പേർക്കായി തന്നതിനാ, നീ എൻ്റെ സർവവും എല്ലാറ്റിനും. തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യവാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ, യേശു ക്രിസ്തു മാധുര്യവാ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് അറിയിക്കുന്നു. സദൃശവാക്യങ്ങൾ 30 അതിൻ്റെ 5. ദൈവത്തിൻ്റെ സകല വചനവും ശുദ്ധി ചെയ്തത് ആകുന്നു, തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ പരിച തന്നെ. വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വളരെ അർത്ഥവത്തായ ഒരു വചനമാണ് നാം കേട്ടത്. തന്നിൽ ആശ്രയിക്കുന്നവർക്ക്, എന്ന് വെച്ചാൽ ദൈവവചനത്തിൽ ആശ്രയിക്കുന്നവർക്ക്, ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ദൈവം ഒരു പരിചയമായി നിൽക്കുകയാണ്. അവർ രക്ഷയ്ക്ക് വേണ്ടിയിരിക്കുകയാണ്. ഈ ദൈവവചനമെല്ലാം ദൈവമക്കളുടെ ജീവിതത്തിൽ രക്ഷയായി മാറുകയാണ്. എന്നിട്ട് പറയാണ്, ദൈവത്തിൻ്റെ സകല വചനവും അത് ശുദ്ധി ചെയ്തതാണ്. തേനിലും തേൻകേട്ടേക്കാളിലും മാധുര്യമേറിയതാണ് ദൈവത്തിൻ്റെ തിരുവചനം. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് വായിക്കുകയും വായിച്ച് കേൾപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നവരെല്ലാം ഭാഗ്യവാന്മാരാണ്. അപ്പോൾ വചനം കേൾക്കാൻ നമുക്ക് ലഭിക്കുന്ന ഭാഗ്യകരമായ അവസരം. 66 പുസ്തകങ്ങൾ അടങ്ങിയ വിശുദ്ധ വേദപുസ്തകം നമ്മുടെ കയ്യിൽ ദൈവം തന്നിരിക്കുന്നു. ഈ വിശുദ്ധ വേദപുസ്തകം എഴുതപ്പെട്ടത് എബ്രായ, അരമ്യ, യവന ഭാഷകളിലാണ്. ഇത് പല കാലഘട്ടങ്ങൾ കൊണ്ട് രൂപപ്പെട്ട പുസ്തകമാണ്. വിശുദ്ധമായ പുസ്തകം എന്ന് ഈ പുസ്തകത്തെ പറയുന്നു. കാരണം എന്തുകൊണ്ട് ഇത് വിശുദ്ധമായി? ദൈവത്തിൻ്റെ വാക്കുകളാണ്, ദൈവത്തിൻ്റെ അരുളപ്പാടാണ്. ദൈവം വിശുദ്ധനാണ്. അതുകൊണ്ടാണ് ഇതിന് വിശുദ്ധ വേദപുസ്തകം എന്ന് അറിയപ്പെടുന്നത്. പുസ്തകം മുഴുവൻ പരിശുദ്ധാത്മാവിൻ്റെ നിർദ്ദേശപ്രകാരവും ആലോചനയിലും വിവിധ മനുഷ്യർ എഴുതിയ ദൈവത്തിൻ്റെ ശ്വാസീയമായ തിരുവരുത്താണ് വേദപുസ്തകം. 2 തീമോഥെയോസ് 3:16 അതാണ് പറയുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട പുസ്തകം ഏതെന്ന് നമ്മൾ ചോദിച്ചാൽ അത് ദൈവത്തിൻ്റെ വിശുദ്ധ വേദപുസ്തകമാണ്. ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വിവർത്തനം ചെയ്തിട്ടുള്ള പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം. ലോകത്തിലെ ഏറ്റവും പുരാതന പുസ്തകങ്ങളിൽ ഒന്നാണ് വേദപുസ്തകം. കാരണം 4000 വർഷത്തിലേറെ പഴക്കമുണ്ട് വേദപുസ്തകത്തിന് ചില ഭാഗങ്ങൾ.
എന്നാൽ ഇന്ന് ഇത്രയും പഴക്കമുള്ള പുസ്തകമാണെന്നതിൽ ലോകത്തിലെ ഏറ്റവും ആധുനിക പുസ്തകമായി ഇന്നും നിലനിൽക്കുന്ന പുസ്തകം വേദപുസ്തകമാണ്. ഈ വേദപുസ്തകം മറ്റു പുസ്തകങ്ങൾ എഴുതപ്പെട്ടവർ നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ വേദപുസ്തകം എഴുതിയ ആൾ ഇന്നും നമ്മുടെ കൂടെയുണ്ട്. അത് നമുക്ക് ആലോചന തന്ന പരിശുദ്ധാത്മാവ്, തത്വത്തിൽ മൂന്നാമനായ ദൈവം യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവരുടെ കൂടെ നിൽക്കുന്നു ലോകാവസാനത്തോളം. അതുകൊണ്ട് ലോകാവസാനത്തോളം ഈ വചനത്തിന് ഒരു മാറ്റവും വരത്തില്ല. അപ്പോൾ തന്നെ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം ഈ വേദപുസ്തകം നൽകുന്നുണ്ട്. ഞാൻ എവിടെ നിന്ന് വന്നു? ഞാൻ എന്തിനാണ് ഇവിടെ ആയിരിക്കുന്നത്? ഞാൻ എവിടേക്കാണ് പോകുന്നത്? 66 ചെറുപുസ്തകങ്ങൾ ഉൾക്കൊള്ളുന്ന പുസ്തകമാണ് വേദപുസ്തകമെങ്കിലും ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യരാശിയെ രക്ഷിക്കുന്നതിനുള്ള ദൈവത്തിൻ്റെ സ്നേഹപൂർണമായ പദ്ധതിയാണ് വിശുദ്ധ വേദപുസ്തകത്തിലുടനീളം കാണാൻ കഴിയുന്നത്. വേദപുസ്തകത്തെ 2 ഭാഗങ്ങളായി തിരിക്കാം. ഒന്ന് പഴയ നിയമമെന്നും പുതിയ നിയമവും. യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിനു മുമ്പ് ദൈവം തൻ്റെ ജനത്തോട് ചെയ്ത പ്രവൃത്തികളെയാണ് പഴയ നിയമം വിവരിക്കുന്നത്, യേശുവിൻ്റെ ജനനത്തിനു മുമ്പ്. എന്നാൽ യേശുവിൻ്റെ ജനനം, ജീവിതം, പാപിയും രോഗിയുമായ മനുഷ്യർക്ക് വേണ്ടി അവൻ നിർവഹിച്ച പാപക്ഷമയുടെയും രോഗസൗഖ്യത്തിൻ്റെയും ശുശ്രൂഷ, അവൻ്റെ ക്രൂശുമരണം, മരിച്ചവരിൽ നിന്നുള്ള യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം, സ്വർഗാരോഹണം എന്നിവ പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ ശേഷം യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ രോഗശാന്തിയുടെയും പാപക്ഷമയുടെയും ശുശ്രൂഷകൾ എപ്രകാരം തുടരുന്നുവെന്നും പുതിയ നിയമം വിവരിക്കുകയാണ്. യേശുവിൻ്റെ ഉപദേശങ്ങളെ പിൻപറ്റുന്നവർക്ക് അവൻ കൽപ്പിച്ച പ്രകാരം തന്നെ നിരവധി അത്ഭുത പ്രവൃത്തികൾ ചെയ്യാൻ കഴിയും എന്ന് യോഹന്നാൻ 14:12 വിവരിക്കുന്നു. ഈ ബൈബിളിൽ ഏറ്റവും ഉത്കൃഷ്ടമായ വാഗ്ദത്തം എന്താണ്? അനവധി വാഗ്ദത്തങ്ങളുണ്ടെങ്കിൽ അത് യോഹന്നാൻ 3:16 തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം മുഴുവൻ ലോകത്തെയും സ്നേഹിച്ചു എന്ന സത്യമാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനം. ഇതിൻ്റെ നമ്മളൊരു താക്കോൽ വാക്യം എന്ന് പറഞ്ഞാൽ പറയാം. ഈ ബൈബിളിലേക്ക് പ്രവേശിക്കുന്ന കവാടം എന്ന് വേണേൽ പറയാം. ഇതിൽ ഏറ്റവും ഉത്കൃഷ്ടമായ വചനം ഈ യോഹന്നാൻ 3:16. നമ്മൾ വായിച്ച വചനത്തിലേക്ക് മടങ്ങി വരാം. സദൃശവാക്യങ്ങൾ 30:5. ദൈവത്തിൻ്റെ സകല വചനവും ശുദ്ധി ചെയ്തതാകും. തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ ഒരു പരിച തന്നെ. പ്രാർത്ഥിക്കാം. പിതാവെ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇന്ന് വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ സകല വചനവും ശുദ്ധി ചെയ്തതാകയാൽ ഇന്ന് ഈ വചനം അയക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ശുദ്ധീകരണം സംഭവിക്കട്ടെ. അതുമാത്രമല്ല, ഈ വചനത്തിൽ തന്നിൽ ആശ്രയിക്കുന്നവർക്ക് ദൈവം ഒരു പരിചയമായി നിൽക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന എന്നെ കേൾക്കുന്ന രോഗികൾ യേശു ക്രിസ്തുവിന് അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ. ആകുല ചിന്തകൾ മാറട്ടെ. ഭയങ്ങൾ മാറട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാട് യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. തേനിലും മധുരമാ, തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യവാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ. യേശു ക്രിസ്തു മാധുര്യവാ. രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ. യേശു ക്രിസ്തു മാധുര്യവാ.